പൊന്നാനി ഈശ്വരമംഗലം ന്യൂ UP സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും മികവ് പുലർത്തുന്ന ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഈശ്വരമംഗലം ന്യൂ UP സ്കൂളിന്റെ പുതിയ ബ്ലോക്ക് പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുവാൻ അധ്യാപക സമൂഹം തയ്യാറാവണമെന്നും വത്സൻ മഠത്തിൽ നേതൃത്വം വഹിക്കുന്ന സ്കൂൾ മാനേജ്മെന്റും PTA-യും മറ്റു സ്കൂളുകൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് ഹരീഷ് തണ്ടിലം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ സ്വാഗതം പറഞ്ഞു. ഫർഹാൻ BM, നഗരസഭാ കൗൺസിലർമാരായ KV ബാബു, K ഗിരീഷ് കുമാർ, മിനി ജയപ്രകാശ്, പ്രധാനാധ്യാപിക സീന ആന്റണി, അജിത് ലൂക്ക്, സീനത്ത്, ഷോജ TS, ബഷീർ തൃപ്പാലൂർ, സുരേഷ് കാരാട്ട്, നാലകത്ത് ഫൈസൽ റഹ്മാൻ, TK സതീശൻ, പ്രീത, EPA ലത്തീഫ്, GT ജോർജ്, പ്രിൻസി, സിജി, അൻവർ സാദാത്ത്, സുമയ്യ ബീഗം, നാസർ, വിജയൻ, അജിത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലകത്ത് ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച ലക്ഷ്യമാക്കിക്കൊടുത്ത ഒരു യജ്ഞത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇവിടെ കടന്നു വരുന്ന 3 വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷമായി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തായാലും വരുന്നറിയാം. പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതിയാണ്. റിട്ടയറി കെട്ടിടത്തിന് മുമ്പിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്ത് ലക്ഷ്യബോധം ഉണ്ടാകും. ആ ലക്ഷ്യബോധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വളർത്തിയെടുക്കാൻ കഴിയും, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കാൻ കഴിയും, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പശ്ചാത്തലം എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികളുടെ മാനസികാവസ്ഥ എങ്ങനെ മെച്ചപ്പെട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇതെല്ലാത്തിനും സമ്മിശ്രമായി ചേർന്നുകൊണ്ട് മാത്രമേ പ്രത്യേകിച്ച് LP UP സ്കൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അടിത്തറമാകാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. വർഷം ഞാനൊന്ന് പഠിക്കുന്ന കാലത്തുള്ള പോലെയല്ല. അന്ന് ഞാന് ചൊവ്വയിലാണെങ്കിൽ 4 കാര്യത്തിൽ ബെഞ്ചും അല്ലെങ്കിൽ ഡെസ്കും ഗ്രൗണ്ടിൽ ഞാൻ പഠിക്കുന്ന ജീവിതം അങ്ങനത്തെ ചെയ്യായിരുന്നു. നമുക്ക് ആർക്കും പരാതിയില്ല. കാരണം അങ്ങനെയായിട്ട് പഠിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾക്കകത്ത് മാറ്റം വന്നു. റോഡിനിപ്പുറത്തേക്ക് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്ര കെട്ടിടങ്ങൾ വന്നു. പിന്നെ ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അത് നിൽക്കേണ്ട യാതൊരു എക്സംഷന്റെ കൊടുക്കാൻ തടസ്സമില്ലാത്ത കാര്യത്തിന്റെ മുകളിലാണ് ഇവർ ബുദ്ധിമുട്ട്. അവിടെയാണ് നമ്മൾ എന്റെ വാദം ആ തടസ്സം ഉന്നയിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അർഹതയില്ല എന്നാണ് ഞാൻ വാദം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും പൊതു സ്ഥാപനങ്ങളായാലും പൊതു ആവശ്യങ്ങളായാലും നിയമത്തിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കേണ്ടത് സാധാരണക്കാരനും പൊതു താല്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാവും. അവിടെ എല്ലാത്തിനും അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഭൂമി തരംമാറ്റം പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ട് ഭൂമി തരംമാറ്റം എന്തിനു വേണ്ടിയിട്ടാണ് പറമ്പ് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരാള് ഒരു സ്ഥലത്തെ സമയത്ത് മാറ്റാൻ കൊടുക്കുന്ന പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൊടുക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആശുപത്രി, പൊതു സ്ഥാപനങ്ങൾ അവിടെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനം വരുന്നു. ഇപ്പോൾ തർക്കം പൊന്നാനി മണ്ഡലത്തിൽ ഞാൻ ആ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മാനേജറെ എടുത്തിക്കൊണ്ടിട്ട് ഞാൻ പ്രസംഗിച്ചു സ്കൂളിനകത്ത്. നിങ്ങൾ വത്സൻ മഠത്തിനെ വീണ്ടും പഠിക്കുക, അദ്ദേഹത്തിന്റെ ഉപദേശം ചോദിച്ചു. നിങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കടന്നു വരാൻ ഒരു മൂത്രപ്പര ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ഈ മണ്ഡലത്തിനകത്തുണ്ട്. കുട്ടികൾക്ക് ഞാനാണ് അവസാനം എന്റെ ഫണ്ടിന് കൊടുത്തത്. കാരണം കുട്ടികളുടെ സംഘടന ചെയ്യാൻ കഴിയാത്ത ഞാനാണ് കൊടുത്തത്. അവിടെ പോയപ്പോൾ കുട്ടികളുടെയും ടീച്ചർമാരുടെയും പരാതി കേട്ടപ്പോൾ അങ്ങനത്തെ മാനേജ്മെന്റ് അടക്കം മണ്ഡലത്തിനകത്ത് ഉണ്ട് എന്ന് കാണണം. അവിടെയാണ് ഈ കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുകയാണ് ചെറിയ കുട്ടികൾ കണ്ടില്ലെങ്കിൽ അത്തരം ഒരു സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കിയ ഇവിടുത്തെ മാനേജ്മെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ വത്സൻ മഠത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിന് എല്ലാ നിലയ്ക്കും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ ഒപ്പം നിന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയെടുക്കാൻ പ്രവർത്തിക്കുന്ന രക്ഷാകർത്ത സമിതി, ഇവിടുത്തെ ടീച്ചർമാർ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇനിയും വളർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകവും നേർന്നുകൊണ്ട് നിർത്തും. ഈ സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കളും PTA-യും അതുപോലെ നല്ലവരായ നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം എന്നെ സംബന്ധിച്ച് ഏറെ പ്രോത്സാഹനം നൽകുന്ന താല്പര്യം കാണിച്ചുകൊണ്ടുള്ളതായ ശ്രദ്ധയും ഇടപെടലും ഉണ്ടായപ്പോൾ
ഞാൻ കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ വിദ്യാലയം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേവലം 100 കുട്ടികളുമായി ഏറ്റെടുത്തിരിക്കുന്ന വിദ്യാലയത്തിന്റെ ഭൗതികമായും യാത്രാ സൗകര്യവും എല്ലാം മാറ്റിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ അതിനുള്ളതായ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഇത് നോക്കിയാൽ അത്രയും മനോഹരമായ ഒരു പ്രദേശമാണ്. ഭാരതപ്പുഴയുടെ നിളയുടെ തീരത്തിൽ ഇത്രയും നല്ലൊരു വിദ്യാലയം ഏറെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിന് വേണ്ടതായ ഒരു കെട്ടിട നിർമ്മാണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഭാരതപ്പുഴയുടെ സൗന്ദര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നൂലാമാലകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അതിന്റെ തീരദേശ നിയമങ്ങളെല്ലാം അനുമതികൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരുപാട് പണികൾ എടുത്തു. അതിനുവേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ ഇതിന്റെ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധകൾ വന്നപ്പോൾ നമ്മെ സഹായിച്ചിരുന്ന ഓരോ വ്യക്തികളുടെയും പേരുകൾ ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നെ അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഞാൻ അത്രയേറെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമുക്ക് നന്ദേട്ടൻ MLA മാത്രം മതി എന്ന് തീരുമാനമെടുക്കുന്നതിന്റെ പിറകിൽ ഒരു ഉദ്ദേശ ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. കാരണം ഈ വിദ്യാലയത്തിന്റെ പിറകിൽ ഈ സിയാസത്തിന്റെ അനുമതി വായിക്കുന്ന കാര്യത്തിലും തുടർന്ന് ഇവിടെ വെറ്റ്ലാൻഡ് ആണ് എന്ന് പറയുന്ന ഒരു പ്രയാസങ്ങൾ അപ്പോഴാണ് പിന്നീട് വന്നത്. സിയാസത്തിന്റെ അനുമതി ലഭിക്കുന്നതോടുകൂടിയാണ് ഇതിന്റെ വെറ്റ്ലാൻഡിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ നമ്മൾ ഏറെ പ്രയാസകരമാകുന്ന പ്രശ്നങ്ങൾ വന്നത്. അങ്ങനെ റവന്യൂ വകുപ്പിന്റെ അനുമതിയോടുകൂടി ഈ ഈശ്വരമംഗലം UUP സ്കൂളിന്റെ വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ തീരദേശ തണ്ണീർത്തട നിയമങ്ങളും അതിജീവിച്ചുകൊണ്ട് അതിനുള്ള അനുമതിയും ലഭിച്ചുകൊണ്ട് അതിനുള്ളതായ നികുതികളെല്ലാം അടച്ചുകൊണ്ട് എല്ലാ രീതിയിലും ഇതിനുള്ള പേപ്പർ എല്ലാ ഉത്തരവുകളും സംഘടിപ്പിക്കുവാൻ നമുക്ക് ഏറെ സഹായകരമായി പ്രചോദനം നൽകി എന്നും നമ്മുടെ മുമ്പേ നിന്നിരിക്കുന്ന നമ്മുടെ ആരാധ്യനായ MLA ആണ് ഇന്ന് ഇവിടെ നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടെത്തിയിരിക്കണം. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ, പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.